ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വറവുണ്ടാക്കാനൊരു സാധനം കാണിച്ചു തരാവേ. അത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ ഈ ഞെടുപ്പൊക്കെ അടത്തി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഞെടുപ്പൊക്കെ അടത്തി എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ചോട്ടിച്ചെടുക്കണം. മുഴുവൻ അടത്തി എടുക്കണം. ഇത്രയും സാധനമുണ്ട്, അതെല്ലാം ഇങ്ങനെ അടത്തി ഇങ്ങനെ എടുക്കണം. ഇത് നല്ല രസം ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ ചുണ്ടിനെ മുഴുവനും അടത്തി എടുത്തതുപോലെ ഇതിൻ്റെ ഇതെല്ലാം അടത്തിയെടുത്തു. ഇനി നമുക്ക് ഇതൊരു ചതച്ചെടുക്കണം. ചതച്ച് അങ്ങനെ എനിക്ക് സ്റ്റീൽ പാത്രം ഉള്ളതുകൊണ്ടില്ല, ബർത്തിൻ്റെ മുകളിലാണെങ്കിലും ഇട്ട് പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ അകത്തെ അരി കളയണം. ഇത് മുഴുവൻ ഇങ്ങനെ ചതച്ച് എടുക്കണം. പിന്നെ ഒരുപാട് ഗുണമുണ്ട്. ഇത് ആരോഗ്യപരമായി ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനം കേട്ടോ. ഇത് കണ്ണിന് നല്ലതാണ്, ഹാർട്ടിൻ്റെ ഇതിന് രക്തോട്ടം ഉണ്ടാകാൻ, വിളർച്ചയ്ക്ക്, പിന്നെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ് കുട്ടികളുണ്ടാകാത്തവർക്ക് ഒക്കെ ഇത് നല്ലതാണെന്ന്. പിന്നെ കിഡ്നി സംബന്ധമായ എല്ലാ ഇതിനും നല്ലൊരു പ്രതിവിധിയാണ്. ഇതെവിടെ കണ്ടാലും ഞാനിതെവിടെ കണ്ടാലും പറിക്കും. ഞാനൊരു ദിവസം ഒരു വഴിയിൽ നിന്ന് ഇത് പറിച്ചപ്പം ഒരാൾ എന്നോട് പറഞ്ഞു അത് ആനച്ചൂണ്ട, അത് തിന്നാൻ കൊള്ളൂല, അത് കാട്ടിലെ ആനകൾ തിന്നുന്നതാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു സാറില്ല, ഞാൻ ആനയിൽപ്പെട്ട ഒരു ഇതാണ്, അതുകൊണ്ട് ഞാൻ തിന്നുവാന്നും പറഞ്ഞ് ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് പോകുന്നു. കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക്, മൂത്ര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. യൂറിക് ആസിഡ് ഇതിനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണെന്നാണ് പറയുന്നത്. ഇത് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഇത് കറി വെക്കുമായിരുന്നു. ഇത് പല വിധത്തിലും ചെയ്യാം. ഇത് കറിയായിട്ടും വറവായിട്ടും തോരനായിട്ടും ഒക്കെ വെക്കാം. ഞാനിതിപ്പം ഒരു വറവായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കറി വയ്ക്കുമ്പോൾ കുറേ നേരം വറുത്തരയ്ക്കുകയൊക്കെ ചെയ്യണ്ടേ. വറുത്തൊക്കെ അരച്ച് വെക്കുവാണെങ്കിൽ നല്ല ബെസ്റ്റ് സാധനമാണ്. ഈ സാധനം ഇവിടെ കിട്ടാനില്ല. ഇത് കണ്ടാൽ ഈ പറമ്പിലെ വളം വയ്ക്കുമെന്നും പറഞ്ഞ് എല്ലാവരും പറമ്പിലുള്ളവരെല്ലാം പറമ്പിലിത് മുഴുവനായിട്ട് വെട്ടി നശിപ്പിച്ച് കളയുകയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതുണ്ടോ, ഇത് മുഴുവൻ ചതച്ച് ഇതായിട്ട് എടുത്തിട്ടുണ്ട്. കഴുകി ഞാനൊന്ന് വാരിയെടുത്തു. ഇത് മുഴുവൻ ഇതിൻ്റെ അരിയാണ്. ഉണ്ടോ, ഒരുപാടുണ്ട്. ഈ വെള്ളത്തിന് നിറം തന്നെ ഉണ്ടോ, ഇതുണ്ടോ, ഇത് മുഴുവൻ ഇതിൻ്റെ അരിയാണ്. ഈ വെള്ളത്തിന് നിറം തന്നെ ഉണ്ടോ, ഇത് മുഴുവൻ കറയാണ്. ഇത് നമ്മൾ ഒരു 3-4 പ്രാവശ്യം കൂടെ ഇത് കഴുകി നല്ലോണം കഴുകി വെള്ളത്തിലോട്ട് ഒലച്ച് കഴുകി വാരിയെടുക്കണം. ഇതിൻ്റെ അരിയെല്ലാം കളയണം. കളഞ്ഞിട്ട് വേണം നമുക്കിത് കറിയാക്കാൻ. ഇത് കഴുകി അരിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഇതിനകത്തേക്ക് ഞാൻ ഇച്ചിരി തേങ്ങ കൊപ്ര പോലെ ഉണങ്ങിയതാണ്, അത് എടുത്തു. പിന്നെ ഒരു വെല്ലുള്ളി, കുറച്ച് പച്ചമുളകും. ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഇതിങ്ങനെ നല്ലോണം എരിവ് വേണ്ടതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ഓരോരുത്തർക്ക് ആവശ്യത്തിനുള്ള എരിവ് കണക്കാക്കി
മുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഇതെല്ലാം കൂടെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമുക്കൊരു കുറച്ച് ശരി ചേരുന്ന മഞ്ഞൾ പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതും കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു പാത്രത്തിൽ നമുക്കത് അടുപ്പത്ത് വെക്കണം. ഇതിനകത്ത് കുറച്ച് വെള്ളമയം ഉള്ളതുകൊണ്ട് ഇത് എണ്ണയൊന്നും ആദ്യം ഒഴിക്കണ്ട. വെള്ളമയം ഒന്ന് പറ്റി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് പാത്രത്തിലേക്ക് അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് മൂടി വെക്കാം. ഇത് കുറച്ച് വേവാകുമ്പോൾ നമുക്ക് വേവാകുമ്പോൾ ഈ വെള്ളം പറ്റുമ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിക്കാം. ഫ്രൈ ആക്കാനായതുകൊണ്ട് നമ്മുടെ കറി റെഡിയായി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ആനച്ചുണ്ടൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ ആനച്ചുണ്ടൻ ഫ്രൈ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കാണുക. ഈ സാധനം കിട്ടിയാൽ കറിയാക്കുക, വറവാക്കുക, തോരനോ പിന്നെ ഫ്രൈ ഒക്കെ ആക്കുക, കൊണ്ടാട്ടം ഉണ്ടാക്കുക. ഇത് കിട്ടിയാൽ കളയരുത്. ഇത് ഒരുപാട് ഗുണമുള്ള സാധനമാണ്. അതുകൊണ്ട് ഇത് കളയരുത്. ഇതിൽ പിന്നെ കണ്ണിയും രക്തത്തിൻ്റെ പിന്നെ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ ഇത് നല്ല സാധനമാണ്. ഇതിപ്പം നമ്മുടെ പ്രകൃതിയുടെ ഒരു വരദാനമായിട്ട് ദൈവം തന്നേക്കുന്നതാണ്. ഇതെല്ലാവരും ഇത് പറമ്പിൽ നിന്ന് വെട്ടിക്കളയുവാണ്. ഇത് ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെട്ടിക്കളയരുത്. ഇത് നല്ല സാധനമാണ്. ഇതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഇത് നേരത്തെ മുതലേ ഇങ്ങനെ നമ്മുടെയൊക്കെ പറമ്പിൽ ഇത് ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഉള്ള പറമ്പുകളിൽ ഇതൊന്നും കാണാനില്ല. ഞാൻ എൻ്റെ പറമ്പിലൊരു തൈ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നാണ് ഇതെടുത്തത്. ഞാൻ എവിടെ കണ്ടാലും ഇത് പറിച്ചുകൊണ്ട് വന്ന് കറിയാക്കാറുണ്ട്. പിന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ബൈ.